വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും സ്കൂളൊക്കെ പൂട്ടി വെക്കേഷനായി, സമ്മർ വെക്കേഷനാണിത്. അപ്പം എല്ലാവരും അവരവരുടെ ഫ്രണ്ട്സിനൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും. ഞാനും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ എവിടെയോ ഇല്ലെന്നും പോലും എനിക്കറിയില്ല. ചിലവർ വീട്ടിലിരിക്കുന്നുണ്ടാകും, ചിലവർ ടൂർ പോയിട്ടുണ്ടാകും, പിന്നെ ചിലവർ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിന് ഇതായിട്ടുണ്ടാവും. ഇപ്പം എന്തെങ്കിലും കോച്ചിങ് അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടാവും. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് ഒരു വീടുണ്ട്. അവിടെ മരത്തിലൊക്കെ ഇങ്ങനെ നിറച്ച് മാങ്ങ പിടിച്ചിരിക്കുന്നത്, നിറച്ചുണ്ട് മാങ്ങ. ഇവിടത്തൊക്കെ ഇങ്ങനെ തൊട്ടാൽ കിട്ടും മാങ്ങ. ഇങ്ങനെ 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 പിടിച്ച മാങ്ങകളെല്ലാം കിട്ടും. കാണിച്ചു തരാം. ഇതാ സൂപ്പർ ഗൈസ്, നോക്ക്. ഇവിടെ താഴെ ഇവിടെ എൻ്റെ തലയിലെടുത്ത് മാങ്ങ ഉറുമ്പ വെച്ചുണ്ടാവാം. നോക്ക്, ഇത്രയും താഴെ നമുക്ക് ആദ്യമായിട്ടാണ് മാങ്ങ കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ മുകളിൽ നിന്ന് തോട്ടിയൊക്കെ എടുത്ത് മറിക്കേണ്ടി വരും. ഇത്രയും താഴെ മാങ്ങ കിട്ടും. നല്ല സൂപ്പർ മാങ്ങ, സൂപ്പർ. ഇത് പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ തന്നെ വേറെ തന്നെ ഒരു ലെവൽ. അപ്പോൾ ഈ വീട്ടിൽ തന്നെ കുറേ മാങ്ങയുണ്ട്. അപ്പോൾ ഇത് ഈ വീട്ടിലത്തെ ബാക്കിലത്തെ മാങ്ങയാണ്. ഈ മാങ്ങയുടെ പേരാണ് ചൈനീസ് മാങ്ങ. പിന്നെ ഉണ്ട മാങ്ങയുണ്ട്, പിന്നെ അബ്ലൂസ് മാങ്ങയുണ്ട്. ഇത് ചൈനീസ് മാങ്ങ. അപ്പം ഇതിൻ്റെയൊക്കെ പേര് ചൈനീസ് മാങ്ങ, ഉണ്ട മാങ്ങ, അബ്ലൂസ് മാങ്ങ, നീളം മാങ്ങ, ഇങ്ങനെയൊക്കെയാണ് നമ്മളെ നാട്ടിലത്തെ മാങ്ങയുടെ പേര്. നിങ്ങളുടെ നാട്ടിലത്തെ മാങ്ങയുടെ പേര് എന്താണെന്ന് കമൻറ്റ് ചെയ്യണം. നമ്മൾ കുട്ടികൾ പറഞ്ഞ് ഇതാക്കുന്നതാണ് മാങ്ങക്ക് ഓരോരോ പേരിടുന്നത്. അബ്ലൂസ് മാങ്ങ, ഉണ്ട മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരിട്ട് നമ്മൾ കുട്ടികൾ കളിക്കുമ്പോൾ. ഇതാണ് ഇവിടുത്തെ റെയർ ആയിട്ടുള്ള മാങ്ങ. മീൻസ് എപ്പോഴും കിട്ടുമൊന്നുമില്ല. ഇത് ചില മാങ്ങ സീസൺസിലല്ലേ കിട്ടുമല്ലോ. അത് ഇക്കൊല്ലം എങ്ങനെ ഉണ്ടായി. പിന്നെ ഉണ്ടമാങ്ങയും കിട്ടും, അബ്ലൂസ് മാങ്ങയും കിട്ടും, പിന്നെ നീളമാങ്ങയും കിട്ടും. അപ്പം ഈ മരം നിറച്ചുണ്ടാവും. അഥവാ ഈ മാങ്ങ പിടിക്കുന്നുണ്ടെങ്കിൽ മരം നിറച്ചും പിടിക്കും, മരം മുഴുവൻ പിടിക്കും. കഴിഞ്ഞ വർഷത്തെ മാങ്ങ പറിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനൊരു തോട്ടി കണക്കത്തെ സാധനത്തിലാണ്. ഇവിടെ ഇവിടെ എന്തെങ്കിലും ഒരു വടി കെട്ടും, എന്നിട്ട് അതിന് കയറ് ചുറ്റും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കത്തി കെട്ടും, അതിന് കയറ് ചുറ്റിയിട്ട് പിന്നെ മുകളിലേക്ക് ഇട്ടിട്ട് ഏതെങ്കിലും ഒരു മാങ്ങ ഇങ്ങനെ പറിച്ച് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ. ഇപ്പം അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇപ്പം താഴെ തന്നെ നമുക്ക് മാങ്ങ കിട്ടും. അപ്പം ഈ വീട്ടിലെ മാമൻ നമുക്ക് കുറേ മാങ്ങ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കുറച്ച് അച്ചാറിട്ടു, കുറച്ച് പഴുപ്പിച്ച് കഴിച്ചും ചെയ്തു, പിന്നെ കുറച്ച് ഉപ്പിലിട്ടും ചെയ്തു കേട്ടോ. പിന്നെ മാങ്ങയുണ്ട്, നമുക്ക് പറിച്ചിട്ടത് ഉപ്പുമുളക് ഇട്ടിട്ട് കഴിക്കാം. നല്ല മാങ്ങ. ഇനി നമുക്കിനി ഉപ്പുമുളക് ഇട്ടിട്ട് കഴിക്കാം. അപ്പം നമ്മൾ മുറിക്കുമ്പോൾ കാണാം കേട്ടോ. നമ്മൾ ആ സ്ഥലത്ത് തന്നെ പോയിട്ട് തിന്നാൻ പോവാണ്. ഇതിൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മാങ്ങയുണ്ട്, മുളക് പൊടി നല്ല എരിവില്ല മുളക് പൊടി ആയതുകൊണ്ട് കുറച്ചെടുത്തിട്ടല്ലോ. മുളക് പൊടി ഉണ്ട്, ഉപ്പുണ്ട്, പഞ്ചസാരയും ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് തന്നെ തിന്നുന്ന വീഡിയോ കാണാം. ഉപ്പും മുളകൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് മാങ്ങ പറിക്കുമ്പം എന്നെ എന്തോ കടിച്ചിട്ട് ചുണ്ടിതാ. പക്ഷെ മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എരിവ് കുറച്ച് കൂട്ടിപ്പോയിട്ടാ. അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക,
ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും വെക്കേഷനൊക്കെ ആഘോഷിക്കുക. അപ്പോഴേക്കും ബൈ ബൈ.